എല്ലാ കുട്ടികൾക്കും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒന്നാമത്തെ യൂണിറ്റ് അക്കൗണ്ടിങ്ങിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. അതായത് ഡെഫിനിഷന്, നേച്ചർ, സ്കോപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ക്ലാസ്സിൽ നിന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ്. എന്താണ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണക്കെഴുത്ത് എന്ന് മലയാളത്തിൽ പറയുന്ന ഒരു കൺസെപ്റ്റ്. അവിടെ നമുക്കറിയാം, നമ്മൾ കണക്കെഴുതി സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ബിസിനസ് സ്ഥാപനങ്ങളുടെ ഒരു ദിവസം അവിടെ നടക്കുന്ന കാര്യങ്ങൾ, ധാരാളം കാര്യങ്ങൾ, ശ്രമണപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ധാരാളം നടക്കുന്നുണ്ടാവും. അങ്ങനെ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചെങ്കിൽ മാത്രമാണ് ആ ബിസിനസ് കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നതുകൊണ്ട് അവർക്ക് ലാഭമുണ്ടോ നഷ്ടമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. ഇനി നമ്മുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലുണ്ടാകുന്ന വരവ് ചെലവുകൾ കാര്യങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. അത് ചെയ്യുന്നതിൻ്റെ ഒരു ഉദ്ദേശം അത് കുറയ്ക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. അതായത് എക്സ്പെൻസുകൾ കുറയ്ക്കുക, ചെലവുകൾ കുറയ്ക്കുക എന്നൊരു കാര്യമുണ്ട്. പിന്നെ നമുക്ക് തന്നെ മനസ്സിലാക്കാം അനാവശ്യമായിട്ട് എവിടെ നിന്നൊക്കെയാണ് പണം പോകുന്നത്, നഷ്ടപ്പെടുന്നത്, എവിടെ നിന്നൊക്കെയാണ് പണം വരുന്നത്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മളത് ചെയ്യുക. എന്നാൽ ഇവിടെ ഈ സബ്ജക്റ്റ് പഠിക്കുന്ന സമയത്ത് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട്, ബിസിനസ് സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന ചെറിയ വ്യാപാര സ്ഥാപനങ്ങൾ മുതൽ മൾട്ടിനാഷണൽ കമ്പനികൾ വരെയുള്ള സ്ഥാപനങ്ങളുടെ കണക്കുകൾ അവരെങ്ങനെയാണ് എഴുതി സൂക്ഷിക്കുന്നത് എന്നുള്ളതാണ് പഠിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരു ഇറ്റാലിയൻ മാത്തമാറ്റീഷ്യനായ ലൂക്ക പസിയോളി എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ഈ ഒരു കൺസെപ്റ്റ് ലോകത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരുന്നു. അത് ഷിപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കപ്പലുകളുടെ വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ട്, കപ്പലുകൾ വഴി നടത്തിയ വ്യാപാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു കൺസെപ്റ്റ് ലോകത്തിന് മുമ്പിലേക്ക് വരുന്നത്. അതായത് അക്കാലത്ത് ഒരു തുറമുഖത്ത് നിന്ന് സാധനങ്ങൾ കയറ്റി മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയും അവിടെ ഒന്നോ രണ്ടോ പാക്കറ്റുകളിൽ 1-2 യൂണിറ്റുകൾ ഇറക്കി വെക്കുകയും അവിടെ നിന്ന് ചെറിയ 1-2 കല്ലുകൾ എടുത്ത് ഈ കപ്പലിനകത്ത് വെക്കും. അവിടെ 2 യൂണിറ്റ് ഇറക്കിയെങ്കിൽ ആ 2 ചെറിയ കുഞ്ഞു കല്ലുകൾ എടുത്തിനകത്ത് വെക്കും. മൊത്തം എത്രയുണ്ടെന്നുള്ളത് ഇവർക്ക് അറിയാം. അതിൽ നിന്ന് അവിടെ എത്രയാണ് ഇറക്കിയതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി 2 അവിടെ നിന്ന് എടുക്കും. അടുത്ത തുറമുഖത്ത് ഇടുന്നു, അവിടെ 10 ആണെങ്കിൽ ചെറിയ 10 കല്ലുകൾ ഇതിനകത്ത് എടുത്ത് വെക്കും. ഇതായിരുന്നു ഇതിന്റെ ഒരു ആദ്യകാലം എന്ന് പറയാം, തുടക്കം എന്ന് പറയുന്നത്. അതായത് ഒരു തുറമുഖത്ത് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് എത്തി അവിടെ വിൽക്കുന്ന അല്ലെങ്കിൽ അവിടുന്ന് വാങ്ങുന്ന സാധനങ്ങളുടെ കണക്കുകൾ മനസ്സിലാക്കാൻ വേണ്ടി, എത്രയാണെന്ന് അറിയാൻ വേണ്ടി ഈ ഒരു സിസ്റ്റം, ചെറിയൊരു കല്ലുകൾ പെറുക്കി വെച്ചുള്ള ഈ ഒരു സംവിധാനം ആദ്യം അവർ ഉപയോഗിച്ചിരുന്നു. എന്നാൽ പിന്നീട് കാലങ്ങൾ മുന്നോട്ട് പോയി. ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ വാഗ്ഭടൻ എന്ന് പറഞ്ഞ ആളുടെ ഒരു കണ്ടെത്തൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു കാര്യം ലോകത്തിന് മുമ്പിലേക്ക്, നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. അപ്പൊ അവിടെ ഇതേപോലെ തന്നെ കണക്കുകൾ എഴുതി സൂക്ഷിക്കുക എന്നുള്ള ഒരു സംഗതിയായിരുന്നു. ബിസിനസ് സ്ഥാപനങ്ങളുടെ കണക്കുകൾ സൂക്ഷിക്കുന്നത് അവരുടെ പ്രവർത്തനത്തെക്കുറിച്ച് മനസ്സിലാക്കാനും ലാഭനഷ്ടങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനും ഒക്കെ സഹായിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം എന്താണ് അക്കൗണ്ട്? പിന്നീട് ഇതിൽ പറയുന്നത് എന്താണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ, അക്കൗണ്ടിലെ കണക്കെഴുത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച്. അതായത് അവിടെ നടക്കുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കുക എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ രേഖപ്പെടുത്തി വെക്കുന്നത് എങ്ങനെയാണ്? ഇതിനെ ബിസിനസിന്റെ ഒരു ലാംഗ്വേജ് എന്നാണ് പറയുക, ലാംഗ്വേജ് ഓഫ് ബിസിനസ് എന്നാണ് പറയുന്നത്. അതായത് ബിസിനസ് സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ആണ്. അതായത് ഒരു ബിസിനസ് യൂണിറ്റ്, നമ്മുടെ ഒരു ചെറിയ സ്ഥാപനം ആയിക്കോട്ടെ, വലിയൊരു മൾട്ടിനാഷണൽ കമ്പനി ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അത് തന്റെ സമൂഹത്തോട് സംസാരിക്കുന്ന ഒരു ഭാഷ എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ആണ്. എന്തവിടെ നടക്കുന്നു, അവരെവിടെ നടത്തുന്നതുകൊണ്ട് അവർക്കുള്ള പ്രയോജനം എന്താണ്, അല്ലെങ്കിൽ ആ സ്ഥാപനം കൊണ്ട് അതിലെ ആൾക്കാർക്ക് എന്തെങ്കിലും മെച്ചം ഉണ്ടാകുന്നുണ്ടോ, സൊസൈറ്റിക്ക് എന്തെങ്കിലും മെച്ചം ഉണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ ജോലിക്കാർക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാകുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സമൂഹത്തോട് പറയാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ആണ്. ഇപ്പൊ നമ്മളൊരു സ്ഥാപനം നല്ലതാണ്, നല്ലൊരു കമ്പനിയാണെന്ന് നമ്മൾ പറയുന്നത് എപ്പോഴാണ്? അവരുടെ ലാഭം അല്ലെങ്കിൽ അവരുടെ ലാഭത്തെക്കുറിച്ച് അറിയുമ്പോഴാണ്, അത് കാണുമ്പോഴാണ്. എങ്ങനെയാണ് അവർ ആ ലാഭത്തിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് അവർക്ക് അത് പുറത്ത് പറയാൻ പറ്റിയത്? അവിടെ വളരെ കൃത്യമായ, വളരെ സിസ്റ്റമാറ്റിക്കായ, വളരെ സയന്റിഫിക്കായ ഒരു അക്കൗണ്ടിങ് സിസ്റ്റം ഉണ്ട്. അവരവിടെ കണക്കുകളും കാര്യങ്ങളും കൃത്യമായിട്ട് എഴുതി അവർ സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ തരത്തിൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ ആ പ്രോസസ്സ് കൊണ്ട് ആ ബിസിനസ് നല്ലതാണ് എന്ന് നമ്മൾ പറയുന്നു. അപ്പം ആ രീതിയിലാണ് ഈ സബ്ജക്റ്റ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബിസിനസിന്റെ ഒരു ലാംഗ്വേജ് ആണ്. If business wants to communicate something to the society or to the interested parties,
you have to use the accounting records. നമ്മൾ ഒരു സാധാരണ മനുഷ്യർ പറയുന്ന കാര്യം പറഞ്ഞു. ഇതുപോലെയാണ് ഗവൺമെന്റ്. അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയണമെങ്കിൽ അവർക്ക് അവരുടെ അക്കൗണ്ട്സ് ഉള്ള ഈ ബാങ്കുകൾക്ക്, അവിടെ പണം മുടക്കുന്ന ഇൻവെസ്റ്റേഴ്സിന്, എല്ലാവർക്കും അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയണമെങ്കിൽ അക്കൗണ്ടിങ് ഡേറ്റ നോക്കിയാൽ മതിയാവും. പിന്നെ ഇപ്പൊ എന്താണ് അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു കൺസെപ്റ്റ് എന്താണ് എന്നുള്ളതാണ് നമുക്ക് അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. ഇതിന്റെ ഒരു ഡെഫിനിഷൻ ഇവിടെ പറയുന്നുണ്ട്. ഇതാണ് അതിന്റെ ഏറ്റവും സയന്റിഫിക് ആയിട്ടുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ഡെഫിനിഷനാണ് ഈ കാണുന്നത്, നിങ്ങൾ കാണുന്നത്. ഇവിടെ പറയുന്നത് ഇറ്റ്സ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ആണ്. കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്ന ഒരു കലയാണ് അക്കൗണ്ടിങ്. അപ്പം ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കുക എങ്ങനെയാണെന്നുള്ളതാണ് പിന്നീട് പറയുന്നത്. ഒരു ഇൻക്ലൂസീവായ ഡെഫിനിഷനാണ്. എന്ന് വെച്ചാൽ അക്കൗണ്ടിങ് തുടങ്ങുന്ന എന്താണ് എന്ന് തൊട്ട് അവസാനിക്കുന്ന വരെയുള്ള കാര്യങ്ങൾ മൊത്തമായിട്ടും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ രീതിയിലുള്ള ഡെഫിനിഷനാണ് അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷനായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. ധാരാളം ഡെഫിനിഷൻസ് മറ്റൊക്കെ ഉണ്ട്. എന്നാൽ പോലും ഈ ഒരു ഡെഫിനിഷനാണ് ഏറ്റവും പ്രധാനമായിട്ട്, ഏറ്റവും വ്യാപകമായിട്ട് ഉപയോഗിച്ചു വരുന്നതും ഏറ്റവും ഇതിനകത്തെ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നതുമായ ആദ്യ അവസാന എല്ലാ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പറയുന്നുണ്ട്. എങ്ങനെയാണ് ചെയ്യുന്നത്, എന്തിനാണ് ചെയ്യുന്നത്, ഇതിന്റെ അവസാനം എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്.